ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടേണ്ടി വരുന്ന വിവേചനവും അവർ നേരിടേണ്ടി വരുന്ന ചില ചോദ്യങ്ങളുമാണ് ജൂനിയർ ആർട്ടിസ്റ്റ് കൂടിയായ സന്ധ്യ തുറന്നു പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാണോ എന്നുള്ള ചോദ്യം, മാന്യമായ പ്രതിഫലം നൽകാതിരിക്കൽ, ഭക്ഷണത്തിൽ പോലും വിവേചനം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സെറ്റ് നേരിടേണ്ടി വരുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. റെമ്യൂണറേഷൻ്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് വിവേചനമാണ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ്. നമ്മളെ അവർ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സൂപ്പർ സ്റ്റാർസിനൊക്കെ നല്ല ഭക്ഷണം കൊടുക്കും, നമുക്കൊക്കെ ലോക്കൽ ഫുഡ് അല്ലെങ്കിൽ വേണമെങ്കിൽ കഴിച്ചാൽ മതി, ആ പ്രിമൈസിൽ പോയി നമുക്ക് ഭക്ഷണം തരത്തില്ല. പിന്നെ അതുപോലെ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് വേണം വാങ്ങിക്കാൻ. നമ്മുടെ അടുത്ത് പറയുന്ന എമൗണ്ട് ഒന്ന്, വർക്ക് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് വേറൊന്നാണ്. പറയുന്ന ടൈമിനേക്കാൾ കൂടുതൽ ടൈം നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചൂഷണം തന്നെയാണ്. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ഇതിലെല്ലാത്തിനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് റോളിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ പ്രോജക്റ്റിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. ബിക്കോസ് നിങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ യെസ് പറയാൻ 1000 പേരുണ്ട്. ഈ ലേഡീസ് യെസ് പറയുന്നതുകൊണ്ടാണ് ഇതൊരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫീൽഡിൽ. എന്ന് മുതൽ സ്ത്രീ നോ പറയുന്നോ അന്ന് ഈ ഫീൽഡ് നന്നാവുള്ളൂ, അല്ലെങ്കിൽ ഇതൊരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഈ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. സന്ധ്യയോട് ഏത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് അങ്ങനെ പറഞ്ഞത്? എൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് പേരങ്ങനെ ഓർക്കുന്നില്ല, കുറേ പേര് വിളിക്കാറുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് വിച്ചു എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾ മുമ്പ്. പുള്ളി പറഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫിലിം ഫീൽഡ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റോള് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റോളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണോ സന്ധ്യയ്ക്ക് കൂടുതൽ റോളുകൾ കിട്ടാതിരുന്നതെന്ന് തോന്നുന്നു? അതെ, തീർച്ചയായിട്ടും. ബിക്കോസ് അവർ നമുക്ക് ഓപ്പർച്യൂണിറ്റി തരത്തില്ല. നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വെക്കും, നമുക്ക് എങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടും? നമ്മളത് പാഷനായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. എൻ്റെ ഫുൾ ടൈം വർക്കല്ല. ഫുൾ ടൈം വർക്ക് ഞാൻ ചെയ്യുന്ന ഒരാളായിരുന്നു, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു പാഷനായിട്ട് കൊണ്ടുപോകാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. ഒരു സേഫ്റ്റി ഇല്ല ഈ എൻവയൺമെൻറ്റിൽ. അതായത് അഭിനയം മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതോടുകൂടി സന്ധ്യയ്ക്ക് അവസരങ്ങൾ ഇല്ലാതായി, അല്ലേ? അതെ അതെ, കുറേ പേര് യെസ് പറയുന്നുണ്ട്, കുറേ ലേഡീസ് യെസ് പറയുന്നുണ്ട്. എന്നെ പോലെ നോ പറയുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷേ യെസ് പറയുന്നവരാണ് കൂടുതലും. അപ്പോൾ യെസ് പറയുന്നതുകൊണ്ട് അവരുടെ പുറകിലാണ് ഇവർ പോകുന്നത്. അവർ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നതുകൊണ്ടല്ലേ നമ്മുടെ അടുത്ത് അവർ ചോദിക്കുന്നത്. അവരെല്ലാ ലേഡീസിനും ഒരേ കണ്ണോടെയാണ് കാണുന്നത്. അതൊരു ശരിയായ മനോഭാവമല്ല. ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണല്ലോ, മറ്റ് സഹനടിമാർ ചില അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ചിലവർ പറയാറുണ്ട്, ചിലവർ പറയാറില്ല, കോൺഫിഡൻഷ്യലായിട്ട് വെക്കും. ചിലവർ പറയും ചില ഡയറക്ടേഴ്സിനെ കാണാൻ പോകും, പ്രൊഡ്യൂസേഴ്സിനെ കാണാൻ പോകും. ചിലയിടത്ത് അവർക്ക് മിസ്ബിഹേവിങ് സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലവർ അതൊക്കെ ടോക്സ് തുടങ്ങുമ്പോൾ തന്നെ അവരൊന്ന് ഇറങ്ങിപ്പോരും. അങ്ങനെയും കുറേ പേരുണ്ട്. ശ്രീ മുകേഷ്, പുള്ളി എനിക്കറിയാവുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവരിപ്പോൾ മാരീഡാണ്. അവരില്ലാത്ത സമയത്ത്, അവരുടെ അച്ഛനും ഇല്ലാത്ത സമയത്ത് അവരുടെ മദറിൻ്റെ അടുത്ത് പോയി മിസ്ബിഹേവ് ചെയ്തു. അഡ്രസ്സ് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് പോയി അവരുടെ അമ്മയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു. പുള്ളിക്കാരി അടിച്ച് പുറത്താക്കി. അതാണ് സത്യാവസ്ഥ. പക്ഷേ എനിക്ക് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അപ്പോൾ അത് കോൺഫിഡൻഷ്യലായിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ എനിക്ക് ഇത്രത്തോളം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് നടിയുടെ അമ്മയോട് വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് ഇദ്ദേഹം മോശമായി പെരുമാറി. അതെ അതെ, അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുന്നത്. പോലീസിൽ പരാതി എന്തെങ്കിലും കൊടുത്തോ? അറിയാമോ? ഇല്ല, അവരതിനെ പോയില്ല, അടിച്ചു പുറത്താക്കി. ഈ പ്രതിഫലത്തിൻ്റെ കാര്യം പറയുകയുണ്ടായല്ലോ, അങ്ങനെ സന്ധിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താണ്? ഇവിടെ അമല ഷൂട്ടിങ്ങിന് പോയപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് 6-7 മണി വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള എമൗണ്ട് 2000 രൂപയെ കിട്ടിയുള്ളൂ. അതും ഫൈറ്റ് ചെയ്ത് വാങ്ങിക്കേണ്ടി വന്നു. അത് മാത്രമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അറിഞ്ഞത് അത് 10,000 8,000 ആണ് റെമ്യൂണറേഷൻ. ഈ ഇടയ്ക്ക് കളിച്ച് അവർ നമ്മുടെ പൈസയും കൂടെ തട്ടിയെടുക്കുന്നത്. അതിപ്പോൾ ആഡ് ഫിലിം കോർഡിനേറ്റേഴ്സ് ആയാലും ഫിലിം കോർഡിനേറ്റേഴ്സ് ആയാലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതായത് ഈ ഇടനിലക്കാർ സന്ധിക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രതിഫലം തട്ടിയെടുക്കും. അതെ, തട്ടിയെടുക്കുന്നുണ്ട്. അത് എനിക്ക് മാത്രമല്ല, കുറേ പേർക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്. കുറേ ആർട്ടിസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന എമൗണ്ട് ഈ 2,000 3,000 ഒക്കെ ഉള്ളൂ. നമ്മുടെ സമയത്തിനും വാല്യൂ ഇല്ലേ? നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അധ്വാനിച്ചിട്ടില്ലേ പൈസ കിട്ടുന്നത്? അത് ഈ സൂപ്പർ സ്റ്റാർസിന് മാത്രം എന്താണ് ഈ കോടികൾ? നമ്മളെപ്പോലുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവർക്ക് എന്തുകൊണ്ടാണ് ഈ തുച്ഛമായിട്ടുള്ള എമൗണ്ട് തരുന്നത്? അത് ശരിയായ മനോഭാവമല്ല. ദാറ്റ് ഈസ് പൂർണ്ണമായും മാറിയോ? സിനിമയിൽ നിന്ന് മാറിയോ? അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ എനിക്ക് ആ റോളൊന്നും കിട്ടുന്നില്ല. നല്ല റോൾ കിട്ടിയാൽ ഞാൻ ചെയ്യും, എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. ബിക്കോസ് ഈ ഫീൽഡ് ഇങ്ങനെയാണ്, ഇത് ചേഞ്ച് വരാനൊന്നും പോകുന്നില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും. പക്ഷേ തങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മറ്റ് പല നടിമാരും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞത്. അത് പച്ചക്കള്ളമാണ്, അതിലൊരു അടിസ്ഥാനമില്ല. ബിക്കോസ് ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് തമിഴിൽ നോക്കും ആ സൂപ്പർ നടി, മലയാളത്തിൽ നോക്കി ഈ സൂപ്പർ നടി, ഇവരൊക്കെ ഈ വഴി വന്നവർ തന്നെയാണ്. ഇവരൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പിന്നെ അവരെന്തുകൊണ്ടാണ് ഞാൻ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ അടുത്ത് ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ പറയുന്ന എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇവരൊക്കെ ഈ വഴി വന്നവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവരിന്ന് സൂപ്പറായിട്ട് നിൽക്കുന്നത്. ഇവർക്ക് കോടികൾ ശമ്പളം കിട്ടുന്നത്. അതെ, ഇത്തരത്തിൽ സിനിമ മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതോടുകൂടി തനിക്ക് അവസരങ്ങൾ പോലും ഇല്ലാതായി എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ പറയുന്നത്. സുജോയ് എഡ്വേർഡിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.